ഹായ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ കഥയിലെ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഏതായാലും ക്യാമ്പിലേക്ക് മധുസൂദനന് പകരം പുതിയ ട്രെയിനർ എത്തുന്നുണ്ട്. അതിലൂടെ നന്ദുവിൻ്റെ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറാൻ പോവുകയാണ്. ട്രെയിനർ നന്ദുവിനോട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. വന്നപ്പോൾ തന്നെ താങ്കൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. കാരണം ട്രെയിനർ വരുമ്പോൾ തന്നെ മഹേഷും നന്ദുവും കൂടി ഫൈറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ നിന്ന് തന്നെ ട്രെയിനർക്ക് മനസ്സിലാകും നന്ദു ഫിസിക്കലി ഫിറ്റ് ആണ് എന്നുള്ള കാര്യം. എന്നിട്ട് ട്രെയിനർ പറയുന്നുണ്ട്, ചാർജ് എടുത്തപ്പോൾ തന്നെ സാറ് പറഞ്ഞു ഇവിടെ നടന്ന ചില സംഭവങ്ങളെ പറ്റിയൊക്കെ. ഞാൻ ആരോടും പക്ഷാഭേദം കാണിക്കാറില്ല, എല്ലാവരെയും സഹായിക്കാറേ ഉള്ളൂ. നന്ദനയെ പറ്റിയുള്ള റിപ്പോർട്ട് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പഴയ ട്രെയിനർ. അത് എത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. അത് കേട്ടപ്പോൾ നന്ദു പറയുന്നുണ്ട്, താങ്ക് യു സർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രെയിനർ പറയുന്നുണ്ട്, ഓക്കെ നന്ദുവിൻ്റെ ട്രെയിനിങ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെയാണ്. അനിയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയിരിക്കുകയാണ്. കാരണം പുതിയ ട്രെയിനർ വന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ അനിക്ക് വളരെയധികം സമാധാനമാവുകയാണ്. ഇനി നന്ദുവിന് ഒരു കഷ്ടപ്പാടും ഉണ്ടാകില്ലല്ലോ. ഏതായാലും അനിയുടെ ആ സന്തോഷമൊക്കെ വല്യച്ഛന് മുമ്പിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യം മനസ്സിലാക്കിയ വല്യച്ഛൻ അനിയെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അനി വലിയ കാര്യമാക്കുന്നില്ല. അനിയുടെ ഒറ്റ ലക്ഷ്യം നന്ദു മാത്രമാണ്, അവളോടുള്ള സ്നേഹവും. പിന്നെ കാണിക്കുന്നത് ദേവയാനി കനകയെയും ഗോവിന്ദനെയും കാണാനായി അവരുടെ വീട്ടിൽ വരുന്നുണ്ട്. കാരണം ആദർശിനോട് കനകയ്ക്കും ഗോവിന്ദനും വെറുപ്പാണല്ലോ. അങ്ങനെ അവർ ആദർശിനെ കുറ്റപ്പെടുത്തുന്നതൊന്നും നമുക്ക് നയനക്കും ദേവയാനിക്കും വളരെയധികം വിഷമമുണ്ടാക്കുന്നുണ്ട്. ദേവയാനിയെ കണ്ടതും കനക ചോദിക്കുന്നുണ്ട്, ദേവയാനി ഇങ്ങോട്ടേക്കായിട്ട് വന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതാണോ? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാ. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ ദിവസമായിട്ട് എൻ്റെ മോനോട് എനിക്ക് ശത്രുതയായിരുന്നു. അതിൻ്റെ കാരണം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കാര്യങ്ങൾ ഞാൻ വളർത്തിയ പയ്യനാ. അതിലുപരി അവൻ്റെ മുത്തശ്ശൻ്റെ പാതയിലാണ് അവൻ വളർന്നത്. അതുകൊണ്ട് തന്നെ അവൻ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഒരു തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ദേവയാനി. നയനയുടെ അച്ഛനും അമ്മയും മോനെ തള്ളിപ്പറയുന്നതിൽ അവന് നല്ല വിഷമമുണ്ട് എന്നും പറയുന്നുണ്ട്. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ വിഷമമൊന്നും ആരും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാണുന്നില്ല അല്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നവനാണ് അവൻ. അതുപോലെ തന്നെയാണ് വന്നു കയറിയ നയനമോള്. അത് കേട്ട് കനക പറയുന്നുണ്ട്, രണ്ടാമത് പറഞ്ഞത് ശരിയാണ്. എൻ്റെ മോള് അനന്തപുരി തറവാട് അകരാതിരിക്കാൻ എന്ത് ത്യാഗവും സഹിക്കും. അതുകൊണ്ടാണ് ആ തറവാട്ടിൽ ഇരുട്ട് വീഴാതിരിക്കുന്നത്. അവിടുത്തെ ആൾക്കാർ തമ്മിൽ തല്ലാത്തതും അതുകൊണ്ട് തന്നെയാണ്. അതിനിടയ്ക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞാൻ പലതവണ മോളോട് പറഞ്ഞു മോളോട് ഇവിടെ വന്ന് നിൽക്കാൻ. എന്നിട്ട് അവൾ അതൊന്നും കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കിട്ടിയാൽ വലിയ സന്തോഷമാകും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ആ മോളെ ഇനി തിരിച്ചൊന്നും തരില്ല. നയനമോള് അനന്തപുരി തറവാട്ടിൻ്റെ ഐശ്വര്യമാണ്. അതിലുപരി എൻ്റെ സ്വന്തം മോളാ. ഇനി നിങ്ങൾ എത്ര വാശി പിടിച്ച് നിന്നാലും മോൾ ഇവിടെ വന്ന് നിൽക്കാനൊന്നും പോകുന്നില്ല. അന്നേരം കനക പറയുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം. അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ മോള്. അങ്ങനെയുള്ള ഞങ്ങളുടെ മോളോടാണ് ആദർശിച്ച് അത് ചെയ്തത്. അത് കേട്ട് ദേവയാനിയും പറയുന്നുണ്ട്, അവൻ ആരെയും ചതിച്ചിട്ടില്ല കനകയെ. അപ്പോൾ കനക പറയുന്നുണ്ട്, സ്വന്തം അമ്മമാർ എപ്പോഴും മക്കളെ ന്യായീകരിക്കാൻ ശ്രമിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ വരെ ആദർശിനെ തള്ളി പറഞ്ഞു ആദർശിൻ്റെ അമ്മ. അത് ശരിയായിരുന്നു. പക്ഷേ ആ അമ്മമാർക്ക് അധിക നാളൊന്നും മക്കളോട് പിണങ്ങിയിരിക്കാൻ കഴിയില്ലല്ലോ. അത് കേട്ട് ദേവയാനി പറയുന്നുണ്ട്, അവൻ്റെ പേരിൽ തെറ്റുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നയനമോളെ വഞ്ചിച്ചതിൻ്റെ പേരിൽ ഈ ജന്മം ഞാൻ അവനോട് സ്നേഹം കാണിക്കത്തില്ലായിരുന്നു. അവനെ ഞാൻ തള്ളിക്കളഞ്ഞേനെ. അത് കേട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണോ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഞങ്ങൾ എല്ലാവരും എന്ന് പറയുകയാണ് ദേവയാനി. അപ്പോൾ ഗോവിന്ദനും പറയുന്നുണ്ട്, അതിനേക്കാൾ വലിയ ധർമ്മസങ്കടത്തിലാണ് ഞങ്ങളും. തല്ലാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് ആദർശിനെ ന്യായീകരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ആദർശിൻ്റെ അമ്മ ഇങ്ങോട്ട് വരരുത്. മകനു വേണ്ടി വക്കാലത്ത് പറയരുത്. പിന്നെ കനകയും പറയുന്നുണ്ട്, ഈ സംഭവം വല്ലാതെ ഞങ്ങളെയൊക്കെ തളർത്തി കളഞ്ഞു. കരയാത്ത ദിവസങ്ങളില്ല. ഇത് മറ്റാര് ചെയ്താലും ഞങ്ങൾ ക്ഷമിക്കുമായിരുന്നു. പക്ഷേ ആദർശിനെ അത്രത്തോളം വിശ്വസിച്ച് ആദർശ ഈ തെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് പൊറുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അന്നേരം ദേവേനി പറയുന്നുണ്ട്, ആദർശിനെ നിങ്ങൾ വെറുക്കുന്നത് മറ്റാരേക്കാളും സങ്കടമാണ് നിങ്ങളുടെ നയനമോൾക്ക്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. കഴിയുമെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഇവിടേക്ക് വരുമ്പോൾ മനസ്സിൽ ദേഷ്യം വെച്ച് ആദർശിനോട് പെരുമാറാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിൽ ദേഷ്യം വെച്ച് പെരുമാറിയാൽ അത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളുടെ മകൾ തന്നെയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത്രയേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ദേവയാനി വിഷമത്തോടെ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലെത്തിയ ദേവയാനി റൂമിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത്, എന്ത് പറ്റി പുറത്തേക്കൊന്നും വരാത്തത്, അമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട് ദേവയാനി. പിന്നെ നയന ചോദിക്കുന്നുണ്ട്, അമ്മ എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നോ? അത് കേട്ട് അതേ പോയിരുന്നു എന്ന് പറയുന്നുണ്ട് ദേവയാനി. അപ്പോൾ നയനക്ക് വിഷമത്തിൻ്റെ കാരണം ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് നല്ല സ്വീകരണമൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല, അതായിരിക്കും വിഷമത്തിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി നയന കനകയെ വിളിച്ച് പറയുന്നുണ്ട്. ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ, അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആദർശേട്ടനെയും ആദർശേട്ടൻ്റെ അമ്മയെയോ വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളുടെ മകളായ ഞാൻ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ചന്തുമോളയും കൂട്ടി അമ്പലത്തിൽ പോകാനായി പുറപ്പെടുകയാണ് നയന. അത് കണ്ട നമ്പി ചോദിക്കുന്നുണ്ട്, പുതിയ ഉടുപ്പാണോ ഇത്? അന്നേരം നയന പറയുന്നുണ്ട്, അതെ ഇത് പുതിയ ഉടുപ്പാണ്, ഇത് മാത്രമല്ല എല്ലാവരും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവൾക്ക് പുതിയ പുതിയ ഉടുപ്പുകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവളുടെ പിറന്നാളല്ലേ. അത് കേട്ടപ്പോൾ നമ്പ്യ കുഞ്ഞിനോട് പറയുന്നുണ്ട്, ഏതായാലും നിനക്ക് രാജയോഗമുണ്ട് കൊച്ചേ, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അത് കേട്ടുകൊണ്ട് വന്ന ജലജ പറയുന്നുണ്ട്, അത് പിന്നെ പറയേണ്ടതുണ്ടോ? എന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഏതായാലും നയന അതിനൊന്നും മറുപടി കൊടുക്കാതെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് വാ മോളെ എന്നും പറഞ്ഞ് ചന്തു മോളെയും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ജലജ നവ്യയോട് പറയുന്നുണ്ട്, എൻ്റെ നവ്യ നല്ല വില പിടിപ്പുള്ള ഡ്രസ്സാണ് ആ കൊച്ചി ഇട്ടിരിക്കുന്നത്. ഇവിടെ നിന്റെ കൊച്ചിന് ഒരു കുഞ്ഞുടുപ്പ് വാങ്ങി തരാൻ പോലും ആർക്കും സമയമില്ല എന്നിങ്ങനെ പറഞ്ഞ നമ്പിയുടെ മനസ്സിലും കുറച്ച് വിഷം അങ്ങ് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.